ഇന്ന് മോന് ഉച്ചയ്ക്ക് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള ലഞ്ചും പിന്നെ ഞങ്ങൾക്ക് ഊണിനൊരു കറിയും രണ്ടും ഈ ഒരു വെജിറ്റബിൾ വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാണ് ചൗച്ചൗ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണെന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മിക്കവാറും എല്ലാ പച്ചക്കറി കടകളിലും ഇത് വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഇതുവരെ ഈ ഒരു പച്ചക്കറി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയുമാണ്, വളരെ വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ മസ്റ്റായിട്ടും കൊടുക്കേണ്ട ഒരു വെജിറ്റബിൾ ആണ്. ഞാൻ ഒരു ചൗച്ചവാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറമേ ഉള്ള തൊലി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. തൊലി കളഞ്ഞ് കഴിയുമ്പം ഒരു ചെറിയ പശ പോലെ തോന്നും കേട്ടോ, കയ്യിലിങ്ങനെ ഒട്ടുന്ന പോലെ തോന്നും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതിനെ രണ്ടായിട്ട് മുറിക്കാം. ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ട് കണ്ടോ, അതങ്ങ് എടുത്ത് കളയണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുരുവാണ്, എന്നാലും അത് കളയുന്നതാണ് നല്ലത്. ഇനി ഇതിനകത്തുനിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാം. ദാ ഈ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനെ കനം കുറച്ച് അരിയണം, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിലും ഈ ചൗച്ചൗ വളരെ പെട്ടെന്ന് വേവും, ഒരു 5 മിനിറ്റ് ഒക്കെ മതി. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിയുവാണെങ്കിൽ ഒരു 2-3 മിനിറ്റിൽ തന്നെ അതങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ബസ്മതി അരി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു. അതിലൊരു 1/4 ടീസ്പൂൺ കടുക്, 2 ഏലക്ക, ഒരു ചെറിയ നുള്ള് ചെറിയ ജീരകം, തോരനൊക്കെ ചേർക്കുന്ന ജീരകവും, കുറച്ച് സവോള, ഒരു സവോളയുടെ ഒരു പകുതിയുടെ പകുതി മതി കേട്ടോ, അതും കൂടെ അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചൗച്ചവും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പൊടിയുടെ ഒരു ചുവയങ്ങ് മാറിക്കഴിയുമ്പം പാകത്തിനുള്ള ഉപ്പിട്ട് ചെറിയ തീയിൽ അടച്ചു വെക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നാലും അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ചൗച്ചൗ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കഷ്ണം ഒന്ന് കഴിച്ച് നോക്കിയാൽ മതി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതിനകത്തേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് റൈസ് ഉപ്പിട്ട് വേവിച്ചതായിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇത് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ വെക്കുന്ന പോലെ ആ ഒരു പാകത്തിന് റൈസ് വേവിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചൗച്ചൗ റൈസ് റെഡി. നല്ല ടേസ്റ്റിയാണ്, ഞാൻ പറഞ്ഞ പോലെ വളരെ വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ മസ്റ്റായിട്ടും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു റൈസാണ് കേട്ടോ. കുറച്ച് തൈരും പപ്പടവും കൂട്ടി കഴിക്കാം. പിന്നെ നോൺ വെജ് കറി ഏതായാലും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കറിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. 1-2 പച്ചമുളക്, ഒരു സവോള, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ല പോലെ വഴറ്റി കഴിയുമ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ച ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക. പൊടികളുടെ ചുവ അങ്ങ് മാറിക്കഴിയുമ്പം ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി നല്ല പോലെ വെന്ത് വരാനായിട്ട് ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു. അതെ, ഈ ഒരു രീതിയിൽ തക്കാളി വെന്ത് കഴിയുമ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ, 1 കിലോ ചെമ്മീനാണ് കേട്ടോ, അത് കൂടി ഇട്ട് പാകത്തിന് ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ചെമ്മീനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേവും. കുറച്ച് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ചെമ്മീൻ പെട്ടെന്ന് വേവും, അപ്പോഴേക്കും നമുക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് എടുക്കാം. ചൗച്ചൗ റൈസ്, പിന്നെ ഒരു 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഏത്തപ്പഴം, വേറെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു കഷ്ണം പഴമാണ് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാനിത് ഒരുപാട് കറിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടിയാണ് ഞാൻ മോന് സ്കൂളിൽ കൊടുത്തു വിടുന്നത്. ചില സ്കൂളുകളിലൊന്നും നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൗച്ചൗ റൈസിൻ്റെ കൂടെ പപ്പടവും തൈരും മാത്രം മതി. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച്, സ്കൂൾ ലഞ്ച് റെഡിയായി. അപ്പോൾ ബാക്കിയിരിക്കുന്ന ചൗച്ചൗ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു കറിയും കൂടെ ഉണ്ടാക്കാം ഊണിനായിട്ട്. അപ്പോൾ അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണേ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തോരൻ പരിപ്പ്, സാമ്പാർ പരിപ്പ് എടുത്തു. അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചൗച്ചവും എരിവിന് 2 പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. 1/4 കപ്പ് പരിപ്പാണല്ലോ എടുത്തത്, അപ്പോൾ അതിന് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 3-4 വിസിൽ വേവിക്കണം. പരിപ്പ് നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരണം. ഒരു 4 വിസിൽ കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആവി പോയി കഴിഞ്ഞാൽ തുറക്കാവുള്ളൂ. അപ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ചൗച്ചൗ ഒത്തിരി അങ്ങ് ഉടഞ്ഞ് കാണത്തില്ല കേട്ടോ, ഈ ഒരു രീതിയിലായിരിക്കും ഉള്ളത്. പിന്നെ നമുക്കത് കറിയാക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ
ചെറിയ ജീരകവും 2-3 വറ്റൽമുളകും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, ഇനി ഒന്നും കൂടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ പരിപ്പ് വേവിച്ചതിലോട്ട് അരപ്പൊഴിക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. തേങ്ങയുടെ പച്ചപ്പ് മാറിയാൽ മാത്രം പോരാ, ഒരു തിള വരണം, അല്ലെങ്കിൽ കറി പെട്ടെന്ന് കേടായിപ്പോകും. അതിൽ താളിച്ചും കൂടി ഒഴിക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ചൗ ചൗ പരിപ്പ് കറി റെഡി. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കുമ്പളങ്ങയൊക്കെ ഇട്ട് ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കുമല്ലോ, അതിനേക്കാളും ടേസ്റ്റിയാണ് ചൗ ചൗ ചേർക്കുമ്പോൾ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കൂൾ ലഞ്ചും ചൗ ചൗ പരിപ്പ് കറിയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.